എല്ലാവർക്കും നമസ്കാരം. GAMAT 101 ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിൽ നമുക്ക് 2 മാർക്ക് സെഷനിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള മൊഡ്യൂൾസിലെ കമ്പൈൻഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാം. ലിമിറ്റ് x ടെൻസ് ടു -2 റൂട്ട് ഓഫ് 4x² -3. എക്സിന് പകരം എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി -2 കൊടുക്കുക. റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സിന് -2 കൊടുത്താൽ -2² -3. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 ഇൻറ്റു -2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. -3 ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 - 3. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 13 ആണ് നമുക്ക് ആൻസർ വരും. ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. എക്സിൻ്റെ പ്ലേസിലേക്ക് -2 കൊടുക്കുക. -2ൻ്റെ സ്ക്വയർ 4 വരും. 4 16 വരും. 16 നിന്ന് 3 കുറച്ച് 13 വരും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് x ടെൻസ് ടു 0 റൂട്ട് x² + 100 -10/x². നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ എന്താണ് വരിക? റൂട്ട് 100 10 വരും. 10 - 10 0 വരും. താഴെയും 0 വരും. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമ്മളിതിനെ റാഷണലൈസ് ചെയ്യണം അല്ലേ? ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് x² + 100 -10 എന്നുള്ളത് +10 ആക്കുക. അതേ സാധനം തന്നെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുവരും? റൂട്ട് x² + 100 +10. ഓക്കെ ആണല്ലോ. So this is equal to limit x tends to 0. ന്യൂമറേറ്ററിൽ a - b ഇൻറ്റു a + b എന്താണ്? a² - b². ഇപ്പോൾ റൂട്ട് സ്ക്വയർ എടുക്കുക. റൂട്ട് സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവുമല്ലോ. ഇപ്പോൾ x² + 100 ആണ് കിട്ടുക അല്ലേ? റൂട്ട് ഓഫ് x² + 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയറും റൂട്ടും കട്ടാവും. x² + 100 കിട്ടും. അപ്പോൾ a² ആയി. -b² എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ x² ഇൻറ്റു റൂട്ട് x² + 100 +10 വരും. ഓക്കെ, ഇവിടെ നമുക്ക് +100 -100 കട്ട് ചെയ്യാം. സോ ബാക്കി എന്ത് വരും? ലിമിറ്റ് x ടെൻസ് ടു 0 മുകളിൽ x² ഉണ്ട്. താഴെ x² ഇൻറ്റു റൂട്ട് x² + 100 +10 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് x² കട്ട് ചെയ്യാം. ഇനി ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കാം. എക്സിന് അങ്ങ് 0 കൊടുത്താൽ മതി. 1 ഡിവൈഡഡ് ബൈ എക്സിന് 0 കൊടുത്താൽ റൂട്ട് 100 വരും. +10 വരും. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. +10 10 + 10 എന്ന് പറഞ്ഞാൽ 20. സോ 1/20 വരും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൂന്നാമത്തെ ചോദ്യം. ലിമിറ്റ് h ടെൻസ് ടു 0 റൂട്ട് ഓഫ് 5h + 4 -2/h. നേരത്തെ അതേ പരിപാടിയാണ് ചെയ്യേണ്ടത്. എച്ചിന് നമ്മൾ 0 കൊടുത്താൽ റൂട്ട് 4 2 വരും. 2 - 2 0 വരും. താഴെ 0 വരും. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? റൂട്ട് ഓഫ് 5h + 4 +2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതേ സംഭവം തന്നെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ അല്ലേ? റൂട്ട് ഓഫ് 5h + 4 +2. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ a - b ഇൻറ്റു a + b എന്താണ്? a² - b². അപ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ 5h + 4 വരും. -2ൻ്റെ സ്ക്വയർ എടുത്താൽ 4 വരും. ഡിവൈഡഡ് ബൈ h ഇൻറ്റു റൂട്ട് ഓഫ് 5h + 4 പ്ലസ് എന്താണ്? 2. ഓക്കെ, ഇവിടെ +4 -4 കട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 5h ഡിവൈഡഡ് ബൈ h ഇൻറ്റു റൂട്ട് ഓഫ് 5h + 4 +2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് h കട്ട് ചെയ്യാം. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്താൽ 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് hന് 0 കൊടുത്താൽ 5 ഇൻറ്റു 0 0 വരും. +4 +2. ഓക്കെ, സോ 5 ഡിവൈഡഡ് ബൈ റൂട്ട് 4 വരും. +2. സോ 5 ഡിവൈഡഡ് ബൈ റൂട്ട് 4 2 ആണ്. 2 + 2 4 വരും. സോ 5/4 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
നാലാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ 5 മൈനസ് 5 0 വരും. 5 സ്ക്വയർ 25 മൈനസ് 25 0 വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് മൈനസ് 5 ബൈ എക്സ് സ്ക്വയർ മൈനസ് 25നെ നമ്മൾ 5 സ്ക്വയർ എന്ന് എഴുതുന്നു. എന്നിട്ട് ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് വരും. ഓക്കെ, നമുക്ക് എക്സ് മൈനസ് 5 കട്ട് ചെയ്യാം. എക്സിന് 5 കൊടുക്കുക. സോ ബാക്കി വരുന്നത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 5 1 ഡിവൈഡഡ് ബൈ 10 വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ നാലാമത്തെ ചോദ്യം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫോർ വാട്ട് വാല്യൂ ഓഫ് എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ലെസ് ദാൻ 3 ആൻഡ് 2ax ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി എക്സ് എന്നുള്ളതാണ് ചോദ്യം. എക്സിന് എന്താണ്? എക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് ഇത് കണ്ടിന്യൂസ് ആവുക? ഇപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. 3ന് മുൻപുള്ള ഫംഗ്ഷൻ്റെ സ്വഭാവമല്ല 3ന് ശേഷമുള്ള സ്വഭാവം. 3ന് മുൻപ് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. 3ന് ശേഷവും പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതും കണ്ടിന്യൂസ് ആണ്. 3ലാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടത്. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3ലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുക. ചെക്ക് ചെയ്യേണ്ട, അവർ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 3ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്തിരുന്നിരിക്കണം, എന്നാലേ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. സോ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കുറയുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കൂടുമ്പോൾ എഫ് ഓഫ് എക്സ് ആരാണ്? 2ax. ഓക്കെ, ഇനി വാല്യൂ കൊടുക്കുക. എക്സിന് 3 കൊടുത്താൽ 3 സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു 3. ഓക്കെ, 3 സ്ക്വയർ 9 ആണ്, മൈനസ് 1 ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6a വരും. ഓക്കെ, 9 മൈനസ് 1 8 ആണ്, ഈക്വൽ ടു 6a എന്ന് വരും. a ഇസ് ഈക്വൽ ടു 8/6 കട്ട് ചെയ്താൽ 4/3. ഓക്കെ, സോൾവ് ചെയ്തെടുത്താൽ എയുടെ വാല്യൂ എന്താണ്? നമുക്ക് 4/3 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആറാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ പോളിനോമിയൽ. dy/dx എടുക്കാനാണ് ചോദ്യം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്നുമല്ല, ഡയറക്റ്റ് ചോദ്യമാണ്. 2 മാർക്കിൻ്റെ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് 4/3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 5 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 1ൻ്റെത് 0. അതായത് 3x സ്ക്വയർ പ്ലസ് 8/3 ഇൻറ്റു എക്സ് മൈനസ് 5 വരും ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്തത് ഏഴാമത്തെ ചോദ്യം. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റിനകത്തുള്ള ചോദ്യമാണ്. മോഡൽ ക്വസ്റ്റിനകത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ln എക്സ് സ്ക്വയർ പ്ലസ് 1 അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് ചോദ്യം. എഫ് ഡാഷ് എക്സ് എടുക്കുക. ചെയിൻ റൂളാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? പുറത്തുള്ള ഫംഗ്ഷൻ ലോഗരിതമാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/x സ്ക്വയർ പ്ലസ് 1 വരും. അകത്തുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, അതായത് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1, അതായത് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 2 ആൻസർ എന്ത് വരും? 1 വരും. ക്ലിയർ ആണല്ലോ? എക്സിന് 1 കൊടുത്താൽ ആൻസർ എന്താണ്? 1 ആണ് കിട്ടുക. ക്ലിയർ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എട്ടാമത്തെ ചോദ്യം. ഇതും നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനകത്തുള്ള ചോദ്യമാണ്. ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? കോസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ചെയിൻ റൂൾ വെച്ച് കാണിക്കുമ്പോൾ അതിന് ചെയിൻ റൂളിൻ്റെതായ സ്റ്റെപ്പുകൾ കാണിക്കണം. കോസിനുള്ളിലുള്ള ഫംഗ്ഷൻ നമ്മൾ യു ആയിട്ട് എടുക്കുന്നു, അത് എക്സ് സ്ക്വയർ. ഇപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങനെ മാറി? കോസ് യു എന്ന് മാറി.
ഓക്കെ. സോ ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്താണ് വരിക? എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ അത് കോസ് യുവിലുള്ള ഫംഗ്ഷനാണ് അല്ലേ? യുവിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് സ്ക്വയർ. ചെയിൻ റൂൾ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയറിന് പകരം ഞാൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഫംഗ്ഷൻ കോസ് യു എന്ന് മാറി. ഓക്കെ. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ യു വരും. ഓക്കെ. ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി യു ബൈ ഡി എക്സ് വരും. ശരിയാണല്ലോ? സോ മൈനസ് സൈൻ യു ഇൻറ്റു യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? യുവിന് വരും തിരിച്ച് വാല്യൂ കൊടുക്കുക, എക്സ് സ്ക്വയർ തിരിച്ചു കൊടുക്കുക. മൈനസ് 2x ആദ്യം എഴുതാം. സൈൻ ഓഫ് യുവിന് പകരം എക്സ് സ്ക്വയർ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇതും 2 മാർക്കിന് നിങ്ങളുടെ സിലബസിൽ മോഡൽ ക്വസ്റ്റിനിൽ കിടക്കുന്ന ചോദ്യമാണ്. ഓക്കെ. സിമ്പിളാണ്, ഒറ്റയടിക്ക് ചെയ്യാനേ ഉള്ളൂ. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ വരും ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഈ ഒറ്റ സ്റ്റെപ്പ് മതി. പക്ഷേ നമ്മളെന്താണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ഒരു 2-3 സ്റ്റെപ്പ് കാണിക്കുന്നത് നല്ലതാണ്. മിക്കവാറും ഉള്ള അധ്യാപകർ ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മാർക്ക് തരാറാണ് പതിവ്. ആൻസർ കറക്റ്റ് ആയിരുന്നാൽ മതി. ഓക്കെ. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഡിറ്റർമിൻ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു 3x² + 2 ഹോൾ റൈസ് ടു 5. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനാണ് ചോദ്യം. dy ബൈ ഡി എക്സ് എടുത്താൽ എന്താണ് വരിക? ആദ്യമേ എക്സ് റൈസ് ടു എന്നിൻ്റെ ചെയിൻ റൂളാണ്. ഓക്കെ. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു n-1. 5 ഇൻറ്റു 3x² + 2 റൈസ് ടു 5-1. അപ്പോൾ അത് കഴിഞ്ഞു. ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി അകത്തുള്ള ഫംഗ്ഷൻ 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x + 2 ഡെറിവേറ്റീവ് 0 ആവും. ഓക്കെ. സോ 2 6 i 6 30x ഇൻറ്റു 3x² + 2 റൈസ് ടു 5-ൽ നിന്ന് 1 ഓർക്കേണ്ട കേട്ടോ. n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. 5-ൽ നിന്ന് 1 കുറച്ച് 4. ഓക്കെ. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു എക്സ് റൈസ് ടു n-1. സോ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 30x ഇൻറ്റു 3x² + 2 റൈസ് ടു 4 എന്നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ y is equal to root of x² + x + 1 യൂസിങ് ചെയിൻ റൂൾ ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? x² + x + 1 u എന്ന് കൊടുക്കുക. അപ്പോൾ y is equal to root u എന്ന് വരും. dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു വരും ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സും കൂടെ വരും ചെയിൻ റൂൾ പ്രകാരം. സോ u is equal to എന്ത് നമ്മുടെ കയ്യിലുണ്ട്? x² + x + 1 നമ്മുടെ കയ്യിലുണ്ട്. ഡി യു ബൈ ഡി എക്സ് എടുക്കുമ്പോൾ x² ഡെറിവേറ്റീവ് 2x, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ. സോ 1/2 റൂട്ട് യുവിന് പകരം നമ്മൾ വാല്യൂ കൊടുക്കുക. യുവിന് പകരം എന്ത് കൊടുക്കുക? x² + x + 1 കൊടുക്കുക ഇൻറ്റു ഡി യു ബൈ ഡി എക്സിന് പകരം വാല്യൂ കൊടുക്കുക 2x + 1. ഓക്കെ. അതായത് 2x + 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് x² + x + 1 ആണ് നമുക്ക് ആൻസർ വരും. ക്ലിയർ ആണല്ലോ? സോ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം തന്നെ 2 മാർക്കിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ യൂസ്ഫുൾ ആവുന്ന എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. അണ്ടിൽ ദെൻ, ബൈ ബൈ.